പാപമില്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ, നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ വിശുദ്ധനായ ദൈവമാണ്. വായ്കൾ തുറന്ന് ഏറ്റു പറയണം. ദൈവമക്കൾ പറയണം, അനുഭവിച്ചവർ പറയണം. പിശാചി വിറയ്ക്കുകയാണെന്ന് കേൾക്കുമ്പോൾ അവൻ പരിശുദ്ധനായ ദൈവമാണ്. 1 പത്രോസ് 1:16 ബൈബിൾ പറയുന്നു, അവൻ വിശുദ്ധനായിരിക്കുകയാൽ നാമും വിശുദ്ധരായിരിക്കണം. 1 പത്രോസ് 1:17 പറയുന്നു, നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ടാണ് ഇന്ന് പകലിലും യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ പൈശാചിക ശക്തികൾ വിറയ്ക്കുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കുന്നെങ്കിലും, നിങ്ങൾ വാ തുറക്കാതിരിക്കുന്നെങ്കിലും, നിങ്ങൾ കൈയടിക്കാതിരിക്കുന്നെങ്കിലും, ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ ഈ ദേശത്തെ ഭരിക്കുന്ന പൈശാചിക ശക്തികൾ തുടങ്ങി പാതാളത്തിനകത്ത് കിടക്കുന്ന അന്ധകാരങ്ങൾ വരെ ഇന്ന് പകൽ മുട്ടിടിക്കുന്നതിന്റെ കാരണം ആ രക്തം പരിശുദ്ധ രക്തമാണ്. ആ രക്തം വിശുദ്ധ രക്തമാണ്. ആ രക്തം അത്ഭുതത്തിന്റെ രക്തമാണ്. ആ രക്തം വീണ്ടെടുത്ത രക്തമാണ്. The precious blood of Jesus. ആരുടെ പാപസംബന്ധമായി അവൻ മരിച്ചു? എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ മരിച്ചു. ഞാൻ മരിക്കേണ്ടടുത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എന്നിൽ നിന്ന് നീങ്ങാൻ അവൻ എനിക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തിന്റെ മൂല്യം, അടിസ്ഥാനം, കൈമാറ്റം എന്ന് പറയുന്നത്.